ഏലിയാവിൻ്റെ പ്രാർത്ഥനയെക്കുറിച്ചായിരുന്നു യാക്കോബിൻ്റെ ലേഖനത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ പഠനം തുടങ്ങിയിട്ടത്. 5-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യമാണ് വായിച്ചത്. വാട്ട് മെയ്ഡ് എലൈജ ഡിഫറൻറ്റ് ഫ്രം അതേഴ്സ്? നമ്മളെപ്പോലത്തെ ഒരു മനുഷ്യനായിരുന്നു ഏലിയാവ് എന്ന് അവിടെ പറയുന്നത് അല്ലേ? നമുക്ക് സമസ്വഭാവമുള്ള ഒരു മനുഷ്യൻ. ബട്ട് ദർ വാസ് സംതിങ് ദാറ്റ് മെയ്ഡ് ഹിം ഡിഫറൻറ്റ് ദാൻ അസ്. എന്നാൽ നമ്മളിൽ നിന്ന് അവനെ വ്യത്യസ്തനാക്കിയ ചില കാര്യങ്ങളുണ്ടായിരുന്നു. അതെന്താണെന്ന് അവിടെ പറയുന്നുണ്ട്? ഹി വാസ് എ മാൻ ഓഫ് പ്രയർ. അവൻ്റെ പ്രാർത്ഥനയാണ്. ഈ വലിയ ശുശ്രൂഷകൾ മുഴുവനും അവന് ചെയ്യാൻ സാധിച്ചത് ബിക്കോസ് ഓഫ് ഹിസ് പ്രയർ ലൈഫ്, അവൻ്റെ പ്രാർത്ഥനാ ജീവിതം കൊണ്ടാണ്. ഇന്ന് പകൽക്കാലം ഞാൻ ദൈവമക്കളോടൊരു കാര്യം പറയാം. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണോ, യു വിൽ ബി ഡിഫറെൻറ്റ് ഫ്രം അതേഴ്സ്. നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനായിരിക്കും. കാരണം ഏലിയാവിൻ്റെ ജീവിതത്തോട് ആ ഒരു രീതിയിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ജീവിതത്തെ മുഴുവൻ വ്യത്യസ്തമായി. നമുക്ക് സമസ്വഭാവമുള്ള ഒരു മനുഷ്യൻ നമ്മൾ ചെയ്യാത്ത പല കാര്യങ്ങൾ ചെയ്തതിൻ്റെ പുറകിലെ കാരണം പ്രാർത്ഥനയായിരുന്നു. കാരണം പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യന് ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ട്. ഗോഡ് വിൽ സ്പീക്ക് ടു ഹിം. ദൈവം ആ മനുഷ്യനോട് സംസാരിക്കും. പ്രാർത്ഥിക്കുന്നവനോടെ ദൈവം സംസാരിക്കത്തുള്ളൂ. എന്നാൽ അല്ലാത്തവരോട് സംസാരിക്കത്തില്ലോ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ട്. അല്ലാത്തവനോട് സംസാരിക്കുന്നെങ്കിൽ പ്രാർത്ഥിക്കുന്നതിനോട് എത്ര അധികം, അതാണ് നമുക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഫറവോൻ പ്രാർത്ഥിക്കാറൊന്നുമില്ലായിരുന്നു, പക്ഷേ ദൈവം അവനോട് സംസാരിച്ചില്ലേ? സംസാരിച്ചു. സ്വപ്നത്തിൽ കൂടെ ഒക്കെ അവനോട് സംസാരിച്ചു. പക്ഷെ പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനോട് ദൈവം സംസാരിക്കും. നമുക്ക് ഈ ഭാഗം നോക്കാം. നമുക്ക് ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു. അപ്പോൾ 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം വായിച്ചാലേ ഇതിൻ്റെ ഒരു പൂർണ്ണത നിങ്ങൾ മനസ്സിലാക്കത്തുള്ളൂ. 1 രാജാക്കന്മാർ 17:1 അവിടെ വായിക്കുന്നതെന്നാ? എന്നാൽ ഗിലെയാദിലെ തിസ്ബിയിൽ നിന്നുള്ള തിസ്ബിനായ ഏലിയാവ് ആഹാബിനോട്, ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയാണ്, ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകയില്ല എന്ന് പറഞ്ഞു. ഇതെവിടുന്നാ ഈ അരുളപ്പാട് ഇവന് കിട്ടിയേ? അതാ യാക്കോബ് മറുപടി പറഞ്ഞേ. ഹി വാസ് ഇൻ പ്രയർ. അവൻ പ്രാർത്ഥനയിലായിരുന്നപ്പോൾ ദൈവം അവനോട് പറഞ്ഞു, ഞാൻ ദേശത്ത് ചില കാര്യം ചെയ്യാൻ പോവുക. ഞാൻ ദേശത്ത് ചില കാര്യങ്ങൾ പ്രവർത്തിക്കാൻ പോവുക. ഇനി ഞാൻ ദേശത്ത് മഞ്ഞും മഴയും പെയ്യാതെ വണ്ണം ഞാൻ ആകാശത്തെ അടയ്ക്കാൻ പോവുക. പക്ഷേ ഈ ദൂത് എനിക്ക് അറിയിക്കാനായിട്ട് ഒരാൾ വേണം. ഈ ദൂത് രാജാവിനോട് അറിയിക്കാനായിട്ട് ഒരാൾ. അപ്പോൾ പ്രാർത്ഥനയിലായിരുന്ന ഏലിയാവിന് ദൈവം ഒരു ദൂത് കൈമാറ്റം നൽകി കൊടുക്കുക. ഗോഡ് ഓൾവേസ് നീഡ്സ് എ മാൻ. കാരണം ദൈവത്തിൻ്റെ പ്രവൃത്തിയൊക്കെ നിങ്ങൾ നോക്കിയോ, അവന് ഒരു മനുഷ്യനെ വേണം. മനുഷ്യനെ കിട്ടാതെ വരുമ്പോഴാണ് ദൈവം എന്ത് ചെയ്യുന്നത്? ദൂതന്മാരെയൊക്കെ എന്ത് ചെയ്യുന്നത്? ഇറക്കുന്നത്. ഇവിടെ ദൈവം ഈ ദൂത് ഏലിയാവിനോട് പറയുക. ഇന്ന് പകൽക്കാലം ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. കർത്താവ് നമ്മോട് എന്തോ പറഞ്ഞാലും പറയാനുള്ളൊരു മനസ്സുണ്ടോ നമുക്ക്? ചിലപ്പോൾ അത് നമുക്ക് വിശ്വസിക്കാൻ പ്രയാസമുള്ളതായിരിക്കും പറയുന്നത്, നമുക്ക് അംഗീകരിക്കാൻ പ്രയാസമുള്ളതായിരിക്കും പറയുന്നത്, പറഞ്ഞാൽ വട്ടാന്ന് തോന്നുന്ന കാര്യങ്ങളായിരിക്കും പറയുന്നത്. പക്ഷെ കർത്താവ് എന്തോ പറഞ്ഞാലും ഐ വിൽ ബി എ ഫെയ്ത്ത്ഫുൾ സെർവൻറ്റ്, ഞാനൊരു വിശ്വസ്തദാസനായിട്ട് കർത്താവിൻ്റെ ദൂത് ഞാൻ അറിയിക്കുന്നവനായിരിക്കുമെന്ന് പറയാമോ? ഞാനിവിടെ ആദ്യം വെളിപ്പെടുത്താൻ ആഗ്രഹിച്ചത്, അവനൊരു പ്രാർത്ഥിക്കുന്ന മനുഷ്യനായതുകൊണ്ട് ദൈവം അവനോട് സംസാരിക്കാം. ഒരു പ്രാർത്ഥനാ മനുഷ്യന് എപ്പോഴും ദൈവത്തിൽ നിന്ന് ഒരാലോചന ഉണ്ടായിരിക്കും. ഗോഡ് സ്പീക്സ് ടു ഹിം. നമ്മളോട് വല്ലതും സംസാരിക്കാറുണ്ടോ? ദൈവം അവനോട് സംസാരിക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് ഇനി നിങ്ങൾ 18-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം ഒന്ന് വായിച്ചേൻ. ഏറിയ നാൾ കഴിഞ്ഞിട്ട് 3-ാം സംവത്സരത്തിൽ ഏലിയാവിന് യഹോവയുടെ അരുളപ്പാട് പിന്നെയും ഉണ്ടായിരുന്നെന്നാൽ, നീ ചെന്ന് നിന്നെ തന്നെ ആഹാബിന് കാണിക്കാൻ, ഞാൻ ദേശത്ത് മഴ പെയ്യിക്കാൻ പോകുന്നു. ഹി വാസ് ഇൻ പ്രയർ. എപ്പോഴും ഏലിയാവ് ഇതൊക്കെ പറയുന്നത് പറഞ്ഞേച്ചു പോയിരുന്ന് പ്രാർത്ഥിക്കുകയല്ല ചെയ്യുന്നത്,
പ്രാർത്ഥനയിൽ തനിക്ക് ലഭിച്ച ദൂതാണ് ഏലിയാവ് പുറത്തുവിടുന്നത്. തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. ദൈവം പറഞ്ഞത്, ദൈവത്തിൽ നിന്ന് കേട്ടതായിരുന്നു എന്ത് ചെയ്തത്? ഏലിയാവ് ജനത്തെ അറിയിച്ചുകൊണ്ടിരുന്നത്. ഹി ഹാഡ് ദ മെസ്സേജ്. അവൻ പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ ദൈവം അവനോട് ചില കാര്യങ്ങൾ പറയുക. അതായിരുന്നു അവൻ എന്ത് ചെയ്തത്? ജനത്തോട് അറിയിച്ചു കൊണ്ടിരുന്നത്. അപ്പം ഞാൻ നിങ്ങളിതിന് വേറൊരു ഭാഗത്ത് കൊണ്ടുപോകാൻ പോവാ. ദ 5 things that your prayer reveals. നമ്മുടെ പ്രാർത്ഥനയിൽ വെളിപ്പെടുന്ന 5 കാര്യങ്ങളാണ്. പക്ഷേ മുമ്പ് ഒരു കാര്യം കൂടെ പറഞ്ഞേക്കാം. പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ എന്ത് ചെയ്യുന്നറിയാമോ? ഹി ഹാസ് സംതിങ് ടു, അവന് പറയാൻ ചിലതുണ്ടായിരിക്കും. തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യന് ദൈവത്തിൽ നിന്ന് ഒരു ദൂത് ലോകത്തോട് വിളംബരം ചെയ്യാൻ കാണും എപ്പോഴും. എന്ന് പറഞ്ഞാൽ എന്നാണെന്നറിയാമോ? പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ പ്രാർത്ഥന കഴിഞ്ഞാൽ ഹി മൂവ്സ് ടു ദ ദൈവത്തിൻ്റെ ഭാഗത്താവും പിന്നെ നിൽക്കുന്നത്. അവൻ ചില കാര്യങ്ങൾ വിളിച്ചു പറയുക ചെയ്യുന്നത്. 2 കാര്യങ്ങൾ ദൈവം ചെയ്യാൻ പോകുന്ന 2 കാര്യങ്ങളെക്കുറിച്ച് പ്രവാചകൻ വിളിച്ചു പറഞ്ഞു. ഒന്ന്, ദേശത്തിന് മഴ പെയ്യത്തില്ല. ഞാൻ പറയുന്നത് വരെ മഴ പെയ്യത്തില്ല. അത് കഴിഞ്ഞിട്ട് അവൻ വിളിച്ചു പറയുന്നു, ദേശത്ത് വലിയ മഴ ഞാൻ എന്ത് ചെയ്യാൻ പോവാ? ദൈവം പെയ്യിക്കാനായിട്ട് പോവുക. പ്രാർത്ഥന കഴിഞ്ഞിട്ട് നീ എന്തുവാ പറയുന്നതെന്നുള്ളതിനെ ആസ്പദമാക്കിയിരിക്കും ദൈവത്തിൻ്റെ പ്രവൃത്തി. നമ്മളൊക്കെ വലിയ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് അങ്ങോട്ട് കായ പിടിക്കാനായിരുന്നു. എനിക്ക് തോന്നുന്നില്ല അത് നടക്കുമെന്ന്. നിങ്ങൾ പ്രാർത്ഥന കഴിഞ്ഞേച്ച് അവിടെ നിന്ന് എന്നാ പറയുന്നേ? പ്രാർത്ഥിച്ചതിന് നേരെ ഓപ്പോസിറ്റാ. കാരണം നമ്മുടെ പ്രാർത്ഥനയും പിന്നീടുള്ള നമ്മുടെ സംസാരവും എന്ത് ചെയ്യുന്നില്ല? യോജിച്ചു പോകുന്നില്ല. അതുകൊണ്ടാണ് മഴ പെയ്യാത്തതും. അതുകൊണ്ടാ നീ പ്രാർത്ഥിച്ചതുപോലെ കാര്യം നടക്കാത്തതിൻ്റെ കാര്യം എന്നാ? പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം നീ പറയുന്ന നിൻ്റെ വാക്കുകൾ ഡസൻറ്റ് മാച്ച് ഓർ എഗ്രി വിത്ത് വാട്ട് യു പ്രേഡ്. നീ എന്ത് പ്രാർത്ഥിച്ചോ അതുമായിട്ട് എന്ത് ചെയ്യുന്നില്ല? ഒത്തുപോകുന്നില്ല. പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഏലിയാവ് പറയുകയാണ്, എന്തോ പറയുന്നത്? ഇനി ഞാൻ പറഞ്ഞല്ലാതെ ഇനി ദേശത്തും അന്യ മഴ എന്ത് ചെയ്യത്തില്ല? പെയ്യില്ല. കാരണം അവൻ പ്രാർത്ഥനയിൽ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച ഒരു എഫർമേഷൻ ആയിരുന്നു അത്, ഒരു ഉറപ്പായിരുന്നു അത്. അത് കഴിഞ്ഞ് പിന്നെ പറയുക, ദേശത്ത് മഴ പെയ്യാൻ പോവുക. ഇന്ന് പകൽക്കാലം ഞാൻ ദൈവമക്കളോടൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുക. നീ പ്രാർത്ഥിക്കരുത് ഈ വിഷയങ്ങൾക്ക്. നിനക്ക് വിശ്വാസമില്ലാത്ത വിഷയത്തിന് വേണ്ടി നീ എന്ത് ചെയ്യരുത്? പ്രാർത്ഥിക്കരുത്. അല്ല, പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നീ പ്രാർത്ഥിച്ചതിനനുസരണമായ വിശ്വാസത്തിൻ്റെ വാക്കേ പിന്നെ പറയാവൂ. എൻ്റെ ദൈവം അത് ചെയ്തിരിക്കും, എൻ്റെ ദൈവം അത് പ്രവർത്തിച്ചിരിക്കും, എൻ്റെ ദൈവം അങ്ങനെ ചെയ്തിരിക്കും. അപ്പോഴ് എനിക്ക് നിങ്ങളെ ഉത്ബോധിപ്പിക്കാനുള്ള പ്രധാന ഒരു കാര്യം, ഒന്നെങ്കിൽ പ്രാർത്ഥന കഴിഞ്ഞിട്ട് വായടച്ചു വയ്ക്കും, ഒന്നും പറയാൻ പോരുത്. അഥവാ വല്ലതും പറയുന്നെങ്കിൽ നീ പ്രാർത്ഥിച്ചതിന് അനുസരിച്ചുള്ള വിശ്വാസത്തിൻ്റെ വാക്കുകളായിരിക്കണം പറയണം. പലരുടെയും ജീവിതത്തിൽ അങ്ങനല്ല കാണുന്നത്. പ്രാർത്ഥിക്കാൻ നേരത്ത് വലിയ വാക്തത്വങ്ങളും അതും ഇതെല്ലാം കൂടെ എന്ത് ചെയ്യുന്നറിയാമോ? എടുത്ത് നിരത്തി അങ്ങ് പറയും. അത് കഴിഞ്ഞ് ഊണുമേശയുടെ അവിടെ വന്നിരിക്കുമ്പോൾ എന്ത് ചെയ്യും? നിരാശയുടെയും അല്ലേ, അതുവരെ പ്രാർത്ഥിച്ചതിൻ്റെ വിശ്വാസം മുഴുവൻ കെടുത്തുന്ന രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും ഉണ്ടായിരിക്കുമ്പോൾ പിന്നെ എന്ത് ചെയ്യുന്നത്? പറയുന്നത്. അല്ല, രാത്രി കിടക്കാൻ നേരത്ത് തമ്മി പറയുന്നത്. ഇത് പകൽക്കാലം അങ്ങനെ ആരെങ്കിലും പറയുന്നെങ്കിൽ പറഞ്ഞണം, എൻ്റെ ദൈവം പറഞ്ഞ പോലെ പ്രവർത്തിക്കും. ഞാൻ പ്രാർത്ഥിച്ചതുപോലെ തന്നെ എൻ്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. ഞാൻ എന്തിനു വേണ്ടി പ്രാർത്ഥിച്ചോ അത് എൻ്റെ ദൈവം ചെയ്തിരിക്കും. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്നത് പോലെ സംസാരിക്കാൻ നമ്മുടെ നാവിനെ നമ്മളൊന്ന് എന്ത് ചെയ്യണം? ട്രെയിൻ ചെയ്യണം. നമ്മുടെ ബുദ്ധിയെ ഒന്ന് ട്രെയിൻ ചെയ്യണം. പലപ്പോഴും
പ്രാർത്ഥിക്കുന്നതൊന്നും അതിനുശേഷം നമ്മൾ പറയുന്നത് നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ വിശ്വാസത്തെയും മുഴുവൻ കെടുത്തിക്കളയുന്നതാണ്. ഇന്ന് പകൽക്കാലം നമ്മുടെ വാക്കുകളെ ഒന്ന് മാറ്റി പറയാൻ ദൈവാത്മാവ് നമ്മളെ ബുദ്ധി ഉപദേശിക്കുക. പ്രാർത്ഥനയിൽ ഏലിയാവിന് കിട്ടിയ ഒരു അരുളപ്പാടാണ്. ഇനി എന്ത് ചെയ്യുക? ഇനി ദേശത്ത് മഞ്ഞ മഴയും പെയ്യിക്കത്തില്ല അയാൾ. ആൻഡ് ഹി സെഡ് ഇറ്റ്. അവനത് പറഞ്ഞു. യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത് പ്രാർത്ഥനയെ തന്നെ അവന് അടുത്ത മറുപടി കിട്ടിയത് ഞാൻ ദേശത്ത് മഴ പെയ്യിക്കാൻ പോകുന്നു എന്നുള്ളത്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമുക്കിതൊന്ന് ഒന്ന് സിൻക്രണൈസ് ചെയ്യാം. നമുക്കൊന്ന് എന്ത് ചെയ്യാന്നറിയാമോ? യോജിപ്പിച്ച് നമുക്ക് പറയാം. പ്രാർത്ഥിക്കുന്ന പോലെ എൻ്റെ ദൈവം പ്രവർത്തിക്കും, എൻ്റെ ദൈവം ചെയ്തിരിക്കും. അന്യനല്ല, എൻ്റെ സ്വന്തം കണ്ണുകൊണ്ട് തന്നെ ഞാനത് കാണും. ദൈവത്തിനൊരു വഴിയുണ്ട്, നീ ഭാരപ്പെടണ്ട. നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. നമ്മുടെ ദൈവം ശൂന്യതയിൽ നിന്ന് വിളിച്ചു വരുത്തിയ ദൈവമാണ്. നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ്. നീ മിണ്ടാതിരിപ്പീൻ, ദൈവം പ്രവർത്തിച്ചു കൊള്ളും. അങ്ങനത്തെ വാക്കുകളെ നമ്മൾ പറയാൻ പാടുള്ളൂ. ഇനി പ്രാർത്ഥന വെളിപ്പെടുത്തുന്ന 5 കാര്യങ്ങളുണ്ട്. നിങ്ങൾ അറിഞ്ഞാലും ചിലർക്ക് അറിയായിരിക്കും, എങ്കിലും നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ അതിൽ നിന്ന് ഇങ്ങോട്ടൊന്ന് അടർത്തിയെടുക്കുക. ചക്കയിൽ നിന്ന് ചക്കച്ചുളയും ചക്കക്കുരുവും ചവണിയൊക്കെ ഇങ്ങനെ അടർത്തിയെടുക്കുന്ന പോലെ ഇതിൽ നിന്ന് അടർത്തിയെടുക്കുന്ന ഒരു 5 കാര്യങ്ങൾ. ഒന്ന്, പ്രയർ റിവീൽസ് അവർ ഡിപ്പെൻഡൻസി ഇൻ ഗോഡ്. പ്രാർത്ഥന ആദ്യം വെളിപ്പെടുത്തുന്നത് എന്നാണെന്നറിയുമോ? എൻ്റെ ദൈവത്തിലെങ്കിലുള്ള ആശ്രയത്തെയാണ്. എല്ലാവർക്കും പ്രാർത്ഥിക്കാൻ ഒക്കില്ല കേട്ടോ, ഞാൻ ഉറപ്പ് പറയാം. എല്ലാവർക്കും പ്രാർത്ഥിക്കാൻ പറ്റില്ല. ഞാൻ ഈ പഠിച്ചു വെച്ച പ്രാർത്ഥനയെക്കുറിച്ചല്ല പറഞ്ഞേ. ഈയിടെ ഒരുത്തരത്ത് ചെന്നപ്പോൾ അവിടെ സമുദായത്തിലൊക്കെ അച്ഛന്മാർ എല്ലാവരും കൂടെ ഉണ്ട്. അപ്പോൾ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞപ്പം അവർക്കൊരു രസമാണല്ലോ നമ്മളെ കൊണ്ട് പ്രാർത്ഥിക്കാമെന്ന് പറയുന്നത്. പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ച് സുന്ദരമായിട്ട് പ്രാർത്ഥിച്ചിരുന്നത്. എന്നിട്ട് ഒരു അച്ഛൻ വിളിച്ചു, ഇതെങ്ങനെ നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കണേന്ന് ചോദിച്ചു. നിങ്ങൾ ഏത് പ്രാർത്ഥനാ പുസ്തകത്തിൽ നിന്നാ ഇത് പഠിച്ചേ? ഞാൻ പറഞ്ഞത് അകത്തൊരു ആത്മാവിരിപ്പുണ്ട്, മൂപ്പരാ പ്രാർത്ഥിക്കുന്നതെന്ന് പറഞ്ഞു. ഞാനല്ല. എല്ലാവർക്കും പ്രാർത്ഥിക്കാൻ ഒക്കത്തില്ല, പറ്റില്ല. നിങ്ങൾ വേണമെങ്കിൽ നോക്കിക്കോ. പുസ്തകം ഇല്ലെങ്കിൽ പ്രാർത്ഥന ഇല്ലായിരിക്കും ചിലർക്ക്. അവർക്ക് എന്നാ പ്രാർത്ഥിക്കട്ടെ എന്ന് അറിയത്തില്ല. സംഗതിയൊക്കെ ശരിയായിരിക്കും, വർഷങ്ങളായിട്ട് ഈ ശുശ്രൂഷയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ പുസ്തകം ഇല്ലെങ്കിൽ എന്തില്ലെന്നറിയാമോ? ഇത് കിട്ടത്തില്ല അവർക്ക്. ആർക്കേ പ്രാർത്ഥിക്കാൻ കഴിയത്തുള്ളൂ? പ്രയർ റിവീൽസ് യുവർ ഡിപ്പെൻഡൻസി ഇൻ ഗോഡ്. ദൈവത്തിലുള്ള നമ്മുടെ ആശ്രയത്തെയാ പ്രാർത്ഥന എന്ത് ചെയ്യുന്നത്? വെളിപ്പെടുത്തുന്നത്. അത് നീ അറിഞ്ഞോ അറിയാതെയോ അത് വെളിപ്പെടുത്തുന്നുണ്ട്. ദൈവത്തിലുള്ള നിൻ്റെ ആശ്രയബോധത്തെ വെളിപ്പെടുത്തുന്നതാണ് പ്രാർത്ഥന. 2, പ്രയർ റിവീൽസ് അവർ ഹെൽപ്ലെസ്നെസ്. ഞാൻ ഈ കാര്യം ചെയ്യുവാൻ മതിയായവനല്ല, എന്നെക്കൊണ്ട് സാധിക്കത്തില്ല എന്നുള്ളതിൻ്റെ ഒരു ഔട്ട്വേർഡ് എക്സ്പ്രഷനാണ്. നിങ്ങൾ വിചാരിക്കും, പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവണ്ടേ? ഞാനിപ്പോൾ നടക്കാൻ നേരത്ത് ഒരു വടി കുത്തി നടക്കുന്നു വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്നാ? ഞാൻ വല്ലതും പറയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. എൻ്റെ അർത്ഥം എന്തുവാ? ഇതിൻ്റെ സഹായമില്ലാതെ എന്നെ കൊണ്ട് അല്ലാണ്ട് എനിക്ക് പ്രായമായെന്നല്ല അത് വെളിപ്പെടുത്തുന്നത്. എനിക്ക് തനിയെ നടക്കാൻ സാധ്യമല്ല. മൈ ഹെൽപ്ലെസ്നെസ്, എൻ്റെ നിസ്സഹായത. കർത്താവേ, എന്നെക്കൊണ്ട് തന്നത് ചെയ്യാനൊക്കത്തില്ല, എന്നെക്കൊണ്ട് തന്നത് ഹാൻഡിൽ ചെയ്യാനൊക്കത്തില്ല, എനിക്ക് തന്നെ ഈ പ്രശ്നത്തെ കൈകാര്യം ചെയ്യാൻ അറിയത്തില്ല, എനിക്ക് എന്നെക്കൊണ്ട് തന്നെ ഈ വിഷയത്തിന്മേൽ പരിഹാരം കാണാൻ സാധിക്കത്തില്ല. ഐ നീഡ് യുവർ ഹെൽപ്പ്. എനിക്ക് നിൻ്റെ സഹായം വേണമപ്പാ. അപ്പോൾ പ്രാർത്ഥന വെളിപ്പെടുത്തിയ 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്ന്, ഇത് വെളിപ്പെടുത്തുന്നത് മൈ ഡിപ്പെൻഡൻസ് ഇൻ ഗോഡ്, ദൈവത്തിലുള്ള എൻ്റെ ആശ്രയത്തെ. 2, എൻ്റെ നിസ്സഹായാവസ്ഥയെ. എന്നെക്കൊണ്ട് കഴിയില്ലപ്പാ, എന്നെക്കൊണ്ട് സാധിക്കുന്നില്ല.
ഞാൻ തന്നെ പ്രാർത്ഥിച്ചിട്ട് എനിക്കിതിനെന്ത് ചെയ്യുന്നില്ല, മറുപടി കിട്ടുന്നില്ല. ചിലർക്ക് ഭയങ്കര നാണക്കേടാണ് പ്രാർത്ഥിക്കാൻ വരിക എന്ന് പറയണത്. അതറിയാമോ നമുക്ക്? അങ്ങനെയുണ്ട്. പ്രത്യേകിച്ച് പാസ്റ്റർമാർക്കും പാസ്റ്റർമാരുടെ ഭാര്യമാർക്കും. വിശ്വാസികൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല, കാരണം അവർ സ്ഥിരം വന്ന് ശീലിച്ചുകൊണ്ടേ. നമുക്ക് പ്രാർത്ഥിച്ച ശീലമുള്ളൂ, മറ്റുള്ളവരെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ച ശീലമില്ല. മനസ്സിലായില്ല എന്തോ ഞാൻ പറഞ്ഞല്ലേ? എന്നെ കൂടെ ഉൾപ്പെടുത്തിയാണ് ഞാനീ പറയുന്നത്. വലിയ പ്രശ്നത്തിൻ്റെ മധ്യേ കൂടെ നമ്മൾ പോകാമെന്ന് വിചാരിക്കുക. നമ്മുടെ പ്രശ്നം തന്നെ അവിടെ പേര് വല്ല പറഞ്ഞെന്ന് വിചാരിക്കുക. എന്നാലും നമ്മൾ എഴുന്നേൽത്തില്ല, എനിക്ക് വരത്തില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ വലിച്ചിരിക്കുന്നത് ഇപ്പോഴും. എന്നേ ദൈവം വിടുതൽ തരാൻ നിനക്ക് തയ്യാറാ, ഒന്ന് താഴ്ത്താൻ മനസ്സില്ലെന്നാ. Prayer shows, Lord, I am helpless. കർത്താവേ, എന്നെ ഞാൻ പ്രാർത്ഥിച്ച ദൈവം കേൾക്കത്തില്ലയോ? കേൾക്കാഞ്ഞിട്ടല്ല, ഇവിടെ ആവശ്യം നീ ഒന്ന് താഴ്ത്തുക എന്നുള്ളതാ. ഇവിടെ ആവശ്യം നീ ഒന്ന് എന്ത് ചെയ്യുക, ഒന്ന് താഴ്ത്തുക എന്നുള്ളതാ. That shows my helplessness. കർത്താവേ, എന്നെ സഹായിക്കണമേ. ഞാൻ ചോദിക്കട്ടെ, വെള്ളത്തിൻ്റെ സകല അടവും അറിയാവുന്നവനാ പത്രോസ് അല്ലേ? ജനിച്ച് വീണത് അതിനകത്താ. ഇതില ഗലീല കടലില. നമ്മളൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്തേനെ? മുങ്ങാൻ പോകുന്നത് കഴിഞ്ഞാൽ ഞാനാണെങ്കിൽ നാണക്കേട് കർത്താവിനൊന്നും വിളിക്കത്തില്ല. കാര്യം നമുക്ക് അത്യാവശ്യം വെള്ളത്തിൽ ചവിട്ടി നിൽക്കാനൊക്കെ നമുക്ക് അറിയാം. ഗലീല കടലിൽ നിൽക്കാൻ വളരെ എളുപ്പമാണ്. She expressed his helplessness. തൻ്റെ നിസ്സഹായത അവൻ വിളിച്ചു പറയുക. നമ്മൾ ആവുന്ന പിടിച്ച് നിൽക്കാൻ നോക്കും. ഇതാദ്യമേ വിളിച്ചാൽ എന്ത് ചെയ്തേനെ? വിടുതൽ കിട്ടിയേനെ. ഒരു ലജ്ജയും കൂടാതെ പത്രോസ്, നാഥാ രക്ഷിക്കണമേ. ഞാൻ വണ്ടടിച്ചിട്ടുണ്ട്. പത്രോസിൻ്റെ ആവശ്യം എന്നാ? വെള്ളത്തിൽ ചവിട്ടി നിൽക്കാൻ അറിയാവുന്ന ഇല്ല. അങ്ങനെ ഒരു പാർട്ടികളുണ്ടല്ലേ, ആഴമുള്ള വെള്ളത്തിനും ചവിട്ടി നിൽക്കാൻ അറിയാവുന്നവരുണ്ട്, വെള്ളച്ചവിട്ട് അറിയാവുന്നവരുണ്ട്. നിൻ്റെ സ്വന്തം ബുദ്ധി കൊണ്ടോ സ്വന്തം ജ്ഞാനം കൊണ്ടോ സ്വന്തം കഴിവ് കൊണ്ടോ നിൽക്കാൻ പറ്റുന്ന ഒരു മണ്ഡലമല്ല ഇത് എന്ന് നീ ഓർത്തോണം. യുവർ പ്രയർ റിവീൽസ് യുവർ ഹെൽപ്ലെസ്നെസ്. കർത്താവേ, ഞാൻ നിസ്സഹായനാണ്. എനിക്ക് നിൻ്റെ കൃപയില്ലാതെ ഇവിടെ നിൽക്കാൻ എനിക്ക് സാധിക്കത്തില്ല. നിൻ്റെ കൃപയില്ലാതെ എന്നെ കൊണ്ട് നിൽക്കാൻ പറ്റില്ലപ്പാ. എൻ്റെ സ്വന്തം കഴിവ് കൊണ്ടോ സ്വന്തം ബുദ്ധി കൊണ്ടോ ജ്ഞാനം കൊണ്ടോ നിൽക്കാൻ പറ്റുന്ന ഒരു ഫീൽഡല്ല ഇത്. എനിക്ക് നിൻ്റെ കൃപ വേണമപ്പാ. സോ പ്രയർ ഷോസ് അവർ ഹെൽപ്ലെസ്നെസ്. ഞാനൊരു കാര്യം പറയട്ടെ, കർത്താവിനോട് സഹായം ചോദിക്കുന്നതിൽ ഒരു നാണവും വിചാരിക്കേണ്ട കേട്ടോ. ധൈര്യമായിട്ട് അവൻ പറയുന്നത്, തക്ക സമയത്ത് കൃപ ലഭിക്കേണ്ടതിന് ധൈര്യത്തോടെ കൃപാസനത്തിൻ്റെ അടുത്തേക്ക് വന്നോളാൻ അവൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഒട്ടും നാണം വിചാരിക്കേണ്ട ആവശ്യമില്ല. ഏതാവശ്യങ്ങളുടെ മധ്യത്തിലും സ്നേഹിതർ പഴിക്കുന്നോ ഓടി അവൻ്റെ അടുക്ക ചെല്ല. ഇംഗ്ലീഷിൽ മനോഹരമായ ഒരു ഗാനമുണ്ട്, മലയാളത്തിലുണ്ട്. എന്ത് നല്ലൊരു സഖി യേശു, എൻ്റെ എല്ലാ ഭാരങ്ങളും എനിക്ക് തുറന്ന് പറയാവുന്ന, എൻ്റെ എല്ലാ വേദനകളും എനിക്ക് തുറന്ന് പറയാവുന്ന, എൻ്റെ എല്ലാ കഷ്ടങ്ങളും എനിക്ക് തുറന്ന് പറയാൻ കഴിയുന്ന. എന്നാൽ അത് ചെയ്യാത്തതുകൊണ്ട് ഈ വേദന മുഴുവൻ നീ സഹിക്കേണ്ടി വരുന്നേ. കർത്താവേ, ഞാൻ നിസ്സഹായനാണ്. ഐ നീഡ് യുവർ ഹെൽപ്പ്. ഞാൻ സെമിനാരി പഠിക്കാൻ പോയ കാലത്ത്, ഇവിടെ പഠിച്ചത് കാൽഡിയൻ സ്കൂളിലാണ്. ഇംഗ്ലീഷ് മീഡിയത്തിലൊന്നുമല്ല ഞാൻ പഠിച്ചത്. കോളേജിൽ പോയിട്ട് എല്ലാം മലയാളം ഇത് തന്നെയായിരുന്നു പഠിച്ചത്. അതുകൊണ്ട് സെമിനാരി പോയി പഠിക്കാനായിട്ട്. അപ്പോൾ ഞാൻ ചെന്നപ്പോൾ ആദ്യത്തെ ഒരു സെമസ്റ്ററും കൂടെ കഴിഞ്ഞ് വെച്ചാൽ ഞാൻ അവിടെ പോയി ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ സെമസ്റ്ററിലെല്ലാം പഠിപ്പിച്ചു, അവിടെ വേണ്ട കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കഴിഞ്ഞു. ബേസിക്കായിട്ട് വേണ്ടതെല്ലാം പഠിപ്പിച്ചു. സെക്കൻഡ് സെമസ്റ്ററിലാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്കതൊന്നും കിട്ടിയില്ല. ചെന്ന് ആദ്യത്തെ അന്ന് തന്നെ ഇംഗ്ലീഷ് ചാപ്പലിൽ പ്രസംഗിക്കണം. ഇംഗ്ലീഷിൽ പ്രാർത്ഥിക്കാൻ പോലും അറിയത്തില്ല. അന്ന് രാത്രി ഞാൻ കരഞ്ഞ പോലെ ഞാൻ എൻ്റെ ആയുസ്സിൽ കരഞ്ഞിട്ടില്ല. കാരണം അറിയില്ല.
ഇംഗ്ലീഷ് പുസ്തകമൊക്കെ വായിക്കാൻ അറിയാമെന്നല്ലാതെ ഇംഗ്ലീഷിൽ 4 വാക്ക് പറഞ്ഞ് മലയാളിക്കുള്ള ഏറ്റവും ദോഷം എന്ന് അറിയാമോ? അവൻ ഇംഗ്ലീഷ് അറിയാം, പക്ഷെ പറയാൻ അറിയില്ലെന്നേ ഉള്ളൂ. MA ഇംഗ്ലീഷൊക്കെ ആയിരിക്കും, പക്ഷെ ഒരു വാക്കൊന്നും പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ശീലിച്ചിട്ടില്ല അങ്ങനെ. അർദ്ധരാത്രി ദൈവത്തോടിരുന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു, കർത്താവേ നാളെ ചാപ്പലിൽ പ്രസംഗിക്കണം. സംഗതി 15 മിനിറ്റ് പ്രസംഗിച്ചാൽ മതി. ഈ നമ്മൾ പറയുന്ന പോലെ ഹല്ലേലൂയ സ്തോത്രം ഒന്നും അവിടെ പറയാൻ പറ്റില്ലല്ലോ. അത് ഇംഗ്ലീഷിലും പറയണ്ടേ? അത് ഈ ഹല്ലേലൂയ സ്തോത്രമൊക്കെ അപ്പോഴും. എൻ്റെ കൃപ നിനക്ക് മതി, ബലഹീനതയിൽ എൻ്റെ ശക്തി നിൻ്റെ മേൽ തികഞ്ഞു വരും. വെൻ യു അഡ്മിറ്റ്, നീ പറ ഞാൻ നിസ്സഹായനാണ്, കർത്താവെ എന്നെ കൊണ്ട് കഴിയത്തില്ല. ആൻഡ് പ്രയർ റിവീൽസ്. ഇത് ഭംഗിവാചക പ്രാർത്ഥനയല്ല. ഹൃദയത്തിൻ്റെ അകത്ത് നിന്ന് ഉള്ളുനീറി നീ ഒന്ന് പ്രാർത്ഥിക്കുമോ, ആ പ്രാർത്ഥനയ്ക്ക് സ്വർഗം മറുപടി തന്നിരിക്കും. നിന്നെ ദൈവം ലജ്ജിപ്പിക്കത്തില്ല, ഒരിക്കലും ദൈവം ലജ്ജിപ്പിക്കത്തില്ല. അനുഭവങ്ങളുടെ ഇഷ്ടം പോലെ അനുഭവങ്ങളുടെ കഴിഞ്ഞ നാളുകളെല്ലാം ദൈവം നടത്തിയ വഴികൾ. So prayer shows your inability or helplessness. നിന്റെ നിസ്സഹായത അവസ്ഥയെ വെളിപ്പെടുത്തുന്നു നിന്റെ പ്രാർത്ഥന. 3, prayer shows your need. നിന്റെ ആവശ്യം എന്തുവാന്നുള്ളത് വെളിപ്പെടുത്തുന്നതാണ് നിന്റെ പ്രാർത്ഥന. prayer shows your need. ചിലരുടെ പ്രാർത്ഥന കേട്ടാൽ നമുക്കറിയില്ല എന്തോ അയാളുടെ ആവശ്യമെന്ന്, അല്ലേ? നിങ്ങൾ അങ്ങനെയല്ലേ കർത്താവേ ദാനിയേൽ പാസ്റ്ററെ അനുഗ്രഹിക്കണേ, അങ്ങനെയല്ലേ പ്രാർത്ഥിക്കാറുള്ളൂ? എന്തോ കൊണ്ട് അനുഗ്രഹിക്കണമെന്ന് പറയാറുണ്ടോ? ഇല്ല. ബി പറ. പ്രയർ ഷോസ് അവർ നീഡ്. ഓരോരുത്തൻ്റെ പ്രാർത്ഥന നോക്കി അറിയാം അവൻ്റെ ആവശ്യം എന്തുവാന്ന്. നമ്മുടെ പ്രാർത്ഥന നോക്കിയാലോ കർത്താവ് ഗണിച്ചെടുക്കണം എന്ന് തോന്നും, അല്ലേ? ചില ആളുകൾ ഞങ്ങളെയൊക്കെ പ്രാർത്ഥന ഇങ്ങനെ വിളിച്ച് പറയാറുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്തോ പ്രാർത്ഥന ആവശ്യം? അത് പാസ്റ്റർ പ്രാർത്ഥിച്ചാൽ മതി, അപ്പം പാസ്റ്റർക്ക് ദൈവം വെളിപ്പെടുത്തി തന്നോളൂ എന്ന് പറഞ്ഞ് പറയാറുണ്ട്. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ബോധ്യം വരുമ്പോൾ എന്നെ തിരിച്ച് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞ ഫോൺ ഞാൻ താഴെ വയ്ക്കാറാണ് പതിവ്. കാരണം ഇഫ് യു ഡസൻറ്റ് നോ വാട്ട് യുവർ നീഡ്, നിൻ്റെ ആവശ്യം എന്തുവാണെന്ന് നിനക്കറിയത്തില്ലെങ്കിൽ പിന്നെ ഞാൻ പ്രാർത്ഥിച്ച നിൻ്റെ ആവശ്യം ആദ്യം കണ്ടുപിടിച്ചിട്ട് പിന്നെ അതിൻ്റെ പരിഹാരവും കൂടെ. ഒരു ഡോക്ടറെ കാണാൻ ചെല്ലുന്നെന്ന് വിചാരിക്കുക, ഡോക്ടറെ മുമ്പിൽ ചെന്നിരിക്കുക ഇങ്ങനെ. ഡോക്ടർ ചോദിച്ചു എന്തോ പ്രശ്നം? അല്ല, ഡോക്ടറെ കാണുമ്പോൾ മനസ്സിലാവും എന്നെ. അത് പറഞ്ഞു. അപ്പോൾ ഞാനാണെങ്കിൽ അത് എന്നെ എല്ലായിടത്തും നീ കാണണ്ടേന്ന് പറഞ്ഞാനേ. ഇവിടെ 6 കൂടി എടുത്തൊരു ഡോക്ടറെ മുമ്പിൽ എന്തോ പേര് ചോദിച്ച് പറഞ്ഞു എന്തോ പ്രശ്നം. ഡോക്ടർക്ക് എന്നെ കണ്ടപ്പോഴേ മനസ്സിലായില്ലേ പ്രശ്നം എന്തുവാന്ന്. അല്ല എന്നാലും എന്തുവാ? താൻ ഡോക്ടറല്ലയോ, തനിക്ക് എന്നെ കാണുമ്പോഴേ മനസ്സിലാവണമല്ലോ. അപ്പം പറയും മനസ്സിലായി. കൂടെ കൊണ്ടുവന്നോട് പറയും എന്നെയല്ല ഇവിടെ കാണിക്കേണ്ടത്, ജയലക്ഷ്മിയുടെ തൊട്ടപ്പുറത്തൊരു ഡോക്ടർ ഇരിപ്പുണ്ട്, പുള്ളി പറയാം അവിടെ പോയി കണ്ടോളാൻ പറയും. പേര് ഞാൻ പറയാൻ മനഃപൂർവ്വം തന്നെ. ഡോണ്ട് യു നോ യുവർ നീഡ്? നിൻ്റെ ആവശ്യം എന്താണെന്ന് അറിയത്തില്ലേ? എൻ്റെ ആവശ്യം പറയുന്നത് നാണക്കേടാണോ? പ്രയർ ഷോസ് അവർ നീഡ്. കർത്താവേ ഞാൻ തകർന്നിരിക്കുന്നൊരു മനുഷ്യനാണ്, എൻ്റെ കണക്കൂട്ടിലൊക്കെ തെറ്റിയിരിക്കുന്നൊരു മനുഷ്യനാണ്, എൻ്റെ കുടുംബജീവിതം തകർന്നിരിക്കുക. പ്രയർ ഷോസ് യുവർ നീഡ്. പ്രാർത്ഥന നമ്മുടെ ആവശ്യങ്ങൾ എന്താണെന്ന് വെളിപ്പെടുത്തും. ഞാനൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. നമുക്ക് എല്ലാ ആവശ്യങ്ങളും നമുക്ക് മനുഷ്യരുടെ മുമ്പിൽ ഇരുന്ന് ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പറയാനായിട്ടൊക്കത്തില്ല. പക്ഷേ നിൻ്റെ ഹൃദയത്തിൻ്റെ വിചാരങ്ങളെ അറിയുന്നവൻ, ദൂരത്തുനിന്ന് നിൻ്റെ നിരൂപണങ്ങളെ അറിയുന്നവൻ, അത് നിനക്ക് നിറവേറ്റി തരുന്നത്. അതിന് വേദപുസ്തകത്തിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ദൈവത്തിൻ്റെ ആലയത്തിൽ ചെന്ന് പ്രാർത്ഥിച്ച ഹന്ന. അവളുടെ ആവശ്യം പറഞ്ഞില്ല, അവൾ ഉച്ചരിച്ചത് പോലുമില്ല. സ്വർഗത്തിലെ ദൈവം അവളുടെ ആവശ്യത്തെ നിറവേറ്റി കൊടുത്തു. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മുടെ ഹൃദയത്തിൽ ആവശ്യബോധത്തോടുകൂടെ ആയിരിക്കണം നമ്മൾ പ്രാർത്ഥിക്കുന്നത്. There should be a need. 4, പ്രാർത്ഥന വെളിപ്പെടുത്തുന്ന 4-മത്തെ ഒരു കാര്യമുണ്ട്. That shows your faith. നിൻ്റെ വിശ്വാസത്തെ കൂടെ അത് വെളിപ്പെടുത്തുന്നതാ.
നമുക്ക് നോക്കാം. യേശുക്രിസ്തുവിൻ്റെ അടുക്ക് ഒരു മനുഷ്യൻ വന്ന് പറയുന്നുണ്ടല്ലോ, എൻ്റെ ബാല്യക്കാരന് സുഖമില്ലാതിരിക്കുക, നീ അവനെ സൗഖ്യമാക്കണമെന്ന് പറഞ്ഞു. കർത്താവ് പറഞ്ഞു, ഞാൻ വന്ന് സൗഖ്യമാക്കാമെന്ന് പറഞ്ഞു. അവനോട് ഞാൻ പറഞ്ഞു, എൻ്റെ പുരക്കകത്ത് വരാനുള്ള യോഗ്യത എനിക്കില്ല, നീ ഒരു വാക്ക് ഇവിടെ വന്ന് എന്ത് ചെയ്താൽ മതി, കൽപ്പിച്ചാൽ മതി. അത് കേട്ടിട്ട് കർത്താവ് എൻ്റെ ഭാഷയെ പറഞ്ഞാൽ കോരിത്തരിച്ചു പോയി. ഇസ്രായേലിലൂടെ ഇത്ര വലിയ വിശ്വാസം. Prayer shows your faith. എന്തിനാ ഈ വിഷയം കർത്താവിൻ്റെ അടുക്ക കൊണ്ട് ചെന്നേ? നമുക്കറിയാം എൻ്റെ കർത്താവിന് ഈ വിഷയത്തിന് പരിഹാരം തരാൻ കഴിയുമെന്ന്. അല്ലെങ്കിൽ വേറെ ആരെങ്കിലും എടുക്ക പോവില്ലായിരുന്നോ? നമ്മൾ ഈ വിഷയവുമായിട്ട് കർത്താവിൻ്റെ അടുക്ക തന്നെ ചെന്നതിൻ്റെ കാര്യം എന്നാ? എൻ്റെ കർത്താവ് ഇത് പരിഹരിപ്പാൻ ശക്തനാണെന്നുള്ള എൻ്റെ വിശ്വാസം കൊണ്ടാ. Prayer shows our faith. ഇത് നമ്മുടെ വിശ്വാസത്തെ വെളിപ്പെടുത്തുന്നതാണ്. എന്നാൽ വേറെ ചിലരുണ്ട്, യാക്കോബ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, അവർക്ക് എന്നാ അസ്ഥിരരാ, ഇരുമനസ്സുള്ളവനാ, പ്രാർത്ഥിക്കാൻ വന്നിട്ടുണ്ട്. എന്താ എല്ലായിടത്തും പോയ കൂട്ടത്തിൽ എന്ത് ചെയ്ത് ഇവിടെയും ഒന്ന് ഒരു വെള്ളിയാഴ്ച ഇവിടെയും ഒന്ന് കയറി ഇറങ്ങി നോക്കാം അല്ലേ? ആണ്, അങ്ങനെ വരുന്നവരുണ്ട്. അത് വിശ്വാസത്തോടെ വന്നൊന്നുമല്ല. ചിലരുടെയൊക്കെ പ്രാർത്ഥന കേൾക്കുമ്പോഴേ ഞങ്ങൾക്കറിയാം ദൈവം അത് ചെയ്തിരിക്കുമെന്ന്. കാരണം അത്ര വിശ്വാസത്തോടെ അവരെന്ത് ചെയ്യുന്നത്, പ്രാർത്ഥിക്കുന്നത്. ദർ ഇസ് എൻ അതോറിറ്റി. അവരുപയോഗിക്കുന്ന വാക്കുകൾക്ക് എന്താണെന്ന് അറിയാമോ? ഒരു അധികാരമുണ്ട്. അവർ പറയുന്ന വാക്കുകൾക്ക് ഒരു 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 അധികാരത്തിൻ്റെ സ്വരമുണ്ട്. എന്ന് പറഞ്ഞാൽ ദൈവമേ നീ ചെയ്യണം, അതല്ല ഞാൻ ഈ പറഞ്ഞത്. അവർ പറയുന്നത്, കർത്താവേ നീ ഈ വിഷയത്തിന് മറുപടി തന്നതിനായി സ്തോത്രം. ദൈവിക വാഗ്ദത്തങ്ങളെ അവരെടുത്തു വെച്ചുകൊണ്ട് അവർ പറയുന്നത്, ഈ വാഗ്ദത്തങ്ങളിന്മേൽ എൻ്റെ ദൈവം പ്രവർത്തിച്ചിരിക്കും. ഞാൻ പറഞ്ഞു തന്നതിൻ്റെ എല്ലാ അർത്ഥം ഒന്നേ ഉള്ളൂ. നീ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ നിരത്തി വെച്ചൊന്ന് പ്രാർത്ഥിക്കുക. ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, കർത്താവേ ഭൂമിയിൽ 2 പേർ ഐക്യമത്യപ്പെട്ട് യാചിച്ചാൽ നീ ഈ വിഷയം നൽകി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ നിർത്തി ഞാൻ ഒരു 3-4 വാഗ്ദത്വമെങ്കിലും നികർത്തി വയ്ക്കും. കർത്താവേ നിന്റെ അടിപ്പിണരുകളാൽ നീ സൗഖ്യം തരാമെന്ന് വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ട്. നിന്റെ പേര് യഹോവ റാഫയാണെന്ന് നീ പറഞ്ഞിട്ടുണ്ട്. 3 നീ ഗിലെയാദിലെ വൈദ്യനാന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു 3-4 വാഗ്ദത്വം കൊണ്ട് വെക്കുക. നീ പറഞ്ഞല്ലോ സഭയിലെ മൂപ്പനെ വരുത്തട്ടെ, അവൻ എണ്ണ പുരട്ടി പ്രാർത്ഥിക്കട്ടെ, അവർക്ക് സൗഖ്യം കൊടുക്കുക. കർത്താവേ ഓൺ ബേസിസ് ഓഫ് ദീസ് ക്ലോസസ്, ഈ ക്ലോസുകളുടെ വെളിച്ചത്തിൽ എൻ്റെ ദൈവം അത് ചെയ്തിരിക്കും. Your prayer shows your faith. അപ്പോൾ നീ പ്രാർത്ഥന കഴിഞ്ഞിട്ട് എന്തു പറയുന്നത്? ഞങ്ങൾ പ്രാർത്ഥന കഴിഞ്ഞിട്ട് എല്ലാവരും വേണ്ടേ കർത്താവിന് മറുപടി തന്നിരിക്കുക. ധൈര്യത്തോടെ പൊക്കോ. കർത്താവ് ഈ വിഷയത്തിന് എന്ത് ചെയ്തിരിക്കുക? മറുപടി തന്നിരിക്കുക. നീ ധൈര്യമായിട്ട് പൊക്കോ. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ പഠിപ്പിച്ചത് പ്രേയർ റിവീൽസ് 5 things. 5 പറഞ്ഞോ? ഇപ്പം 4 പറഞ്ഞല്ലോ, ഒരെണ്ണം കൂടി ഉണ്ടല്ലേ, പറയാം. പ്രേയർ ഷോസ് യുവർ ഹോപ്പ്. പ്രാർത്ഥന നിൻ്റെ പ്രത്യാശ എന്തുവാന്ന് വെളിപ്പെടുത്തുന്നതാ. എന്തിനാ പ്രാർത്ഥിച്ചത്? എൻ്റെ ദൈവം പ്രവർത്തിക്കുമെന്നുള്ള വിശ്വാസം മാത്രമല്ല, എനിക്കൊരു പ്രത്യാശയും കൂടെ ഉണ്ട്. കാലമെല്ലാം കഴിയും, ഇന്നു കാൺമതെല്ലാം അഴിയും, പിന്നെ പിന്നെ പുതുയുഗം വിരിയും, തിരികെ വരാതെ ഞാൻ നിത്യതയിൽ മറയും. അത് പ്രത്യാശയാ. ഞാനത് പ്രാപിച്ചിരിക്കും. എൻ്റെ ദൈവം അത് എനിക്ക് വേണ്ടി ചെയ്തിരിക്കും. അത് കേവലം വിശ്വാസം മാത്രമല്ല, അതെൻ്റെ പ്രത്യാശയും കൂടാ. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ടെന്ന് അറിഞ്ഞില്ലായിരിക്കും അല്ലേ? ഇത്രയും കാര്യങ്ങളുണ്ട്. ഈ ബോധ്യത്തോടെ വേണം ഇനി പ്രാർത്ഥിക്കാനായിട്ട്. ഈ ബോധ്യത്തോടെ വേണം പ്രാർത്ഥിക്കാനായിട്ട്. 1, മൈ ഡിപ്പെൻഡൻസി ഇൻ ഗാഡ്. എൻ്റെ പ്രാർത്ഥന ദൈവത്തിലുള്ള എൻ്റെ ആശ്രയത്തെ വെളിപ്പെടുത്തും. അതുകൊണ്ടാണ് എനിക്ക് ഒരു ലജ്ജയില്ല. എവിടെ വെച്ച് പ്രാർത്ഥിക്കാനും എനിക്ക് യാതൊരു ലജ്ജയില്ല. എത്ര പേരുണ്ടെങ്കിലും എനിക്ക് ലജ്ജയില്ല. കാരണം
That shows my dependence. ഞാൻ എൻ്റെ കർത്താവിൽ ആശ്രയിക്കുന്നവനാണെന്ന് വെളിപ്പെടുത്തുന്ന ഒന്നാണ് എൻ്റെ പ്രാർത്ഥന. അതുകൊണ്ടല്ലേ ഹോസ്പിറ്റലിലാണെങ്കിലും ഓപ്പറേഷൻ തിയേറ്ററിൽ പോകുമ്പോഴും ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ കയറ്റി നമ്മളെ പ്രാർത്ഥിക്കുന്നതിൻ്റെ കാര്യം എന്നാ? They know something. അവർക്കൊന്നറിയാം ഈ പ്രാർത്ഥന മറുപടി തരുന്ന ഒരു ദൈവത്തെ ഇവർ സേവിക്കുന്നതെന്ന്. അവരുടെ ദൈവത്തിൽ ആശ്രയം വയ്ക്കുന്നവരാണെന്ന് അവർക്കറിയാം. 2, that shows my helplessness or inability. എൻ്റെ നിസ്സഹായതയെ കർത്താവേ എനിക്കറിയില്ല. ഞാൻ പലപ്പോഴും പാടാറല്ലോ, ഏതു ഗുണം എന്നറിവാൻ ഇല്ല ജ്ഞാനം എന്നില്ല. എനിക്കറിയില്ലപ്പാ, എൻ്റെ സ്വന്തം കഴിവുകൊണ്ട് എനിക്ക് സാധ്യമല്ല, എനിക്കറിയില്ല. ഐ എം സോ ഹെൽപ്ലെസ്. ഞാൻ നിസ്സഹായനാണ് ഇവിടെ. എനിക്ക് നിൻ്റെ കൃപ ആവശ്യമുണ്ട്. ദാറ്റ് ഷോസ് അവർ നീഡ്. എൻ്റെ ആവശ്യം എന്താണെന്ന് വെളിപ്പെടുത്തുന്നതാ എൻ്റെ പ്രാർത്ഥന. 4, ദാറ്റ് ഷോസ് മൈ ഫെയ്ത്ത്. എൻ്റെ വിശ്വാസത്തെ വെളിപ്പെടുത്തുന്നതാണ്. എൻ്റെ പ്രാർത്ഥന കേട്ട ആളുകൾക്ക് വിശ്വാസം വർദ്ധിക്കണം, ആളുകൾക്ക് വിശ്വാസം ഉണ്ടാവണം. അല്ലേ? നമ്മുടെ പ്രാർത്ഥന കേട്ട് കഴിയുമ്പോഴത്തേന് വിശ്വാസത്തിൽ ക്ഷീണിച്ചവനാണെങ്കിലും തളർന്നിരിക്കുന്നവനാണെങ്കിലും ഒരു ജീവൻ പ്രാപിച്ചേച്ച്, ഒരു ഉറപ്പ് പ്രാപിച്ചേച്ച് വേണം എന്ത് ചെയ്യാനായിട്ട്? ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാനായിട്ട്. അല്ലാതെ സാധാരണ പറയുമ്പോൾ ഓതാൻ പോയപ്പോൾ ഉള്ളതും പോയി എന്ന് പറഞ്ഞു പോകരുത്. എന്നാ പ്രാർത്ഥിക്കാൻ വന്നതാണ്, ഇതെല്ലാം കൂടെ കേട്ടപ്പോൾ ഉള്ളതും പോയി. വന്നപ്പോൾ അല്പമെങ്കിലും ജീവനുണ്ടായിരുന്നു, ഇപ്പോൾ എന്നാ ഇല്ലേ? അപ്പോൾ ഉള്ളതും പോയി കിട്ടി. നോ, നിൻ്റെ പ്രാർത്ഥന കേൾക്കുമ്പോൾ തന്നെ ആളുകൾക്കൊരു ജീവൻ വരണം, അല്ലേ? ആളുകൾക്കൊരു പ്രത്യാശ ഉണ്ടാകണം, ആളുകളുടെ ജീവിതത്തിനൊരു വലിയ രൂപാന്തരം ഉണ്ടാകണം. That shows my faith and finally it shows my hope. അതെൻ്റെ പ്രത്യാശയെ വെളിപ്പെടുത്തുന്നതാണ്. ഹല്ലേലൂയ. ഈ ആലയത്തിലേക്ക് കടന്നു വരുന്ന ഓരോരുത്തരെ കുറിച്ചും എൻ്റെ ആഗ്രഹം എന്നാണെന്നറിയാമോ? അവരോട് ഇറങ്ങിപ്പോകുമ്പോൾ ഒരു വലിയ പ്രത്യാശയോടെ വേണം പോകാനായിട്ട്. അവരോട് ഇറങ്ങിപ്പോകുമ്പോൾ ആൾ മാറിയവരെ വരെ വേണം പോകാനായിട്ട്. അവിടുന്ന് ഇറങ്ങിപ്പോകുമ്പോൾ വിശ്വാസത്തിൽ ഒരല്പം കൂടെ ശക്തിപ്പെട്ടിട്ട്, അല്പം കൂടെ ബലപ്പെട്ടിട്ട്, ഒരിഞ്ച് കൂടെ കഴഞ്ഞു വെച്ചിട്ട് വേണം അവർ പോകാനായിട്ട്. ദൈവാശ്രയം അവരുടെ വർദ്ധിച്ചേച്ച് വേണം അവിടെ പോകാനായിട്ട്. ഇന്ന് പകൽക്കാലം ദൈവം അതിന് സഹായിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ക്ഷീണിച്ചു വന്ന നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവ് നിങ്ങളോട് വാക്ക് പറയാ, ഞാൻ നിൻ്റെ പ്രാർത്ഥന കേട്ടിരിക്കുക. കർത്താവദാസൻ ജോസഫ് പ്രസംഗിച്ചല്ലോ, നിൻ്റെ കഷ്ടത ഞാൻ കണ്ടിട്ടുണ്ട്, എനിക്ക് നിന്നെ വിടുവിക്കാനൊരു മാർഗമുണ്ട്. ഐ ഹാവ് എ മോസസ് ഫോർ യു. നിനക്ക് വേണ്ടി ഞാനൊരു മോശയെ എന്ത് ചെയ്തിട്ടുണ്ട്? പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. നീ അറിയാതെ തന്നെ ഇസ്രായേൽ ജനങ്ങൾക്ക് അറിയുമ്പോഴും നിലവിളിക്കുമ്പോഴൊക്കെ ദൈവം ഒരു മോശയെ കൊട്ടാരത്തിനകത്ത് ഒരുക്കിക്കൊണ്ടിരിക്കുക. എൻ്റെ പകൽക്കാലം ഞാൻ ഉറപ്പ് പറയാം, there is a Moses. ദൈവം നിനക്ക് വേണ്ടി, വിടുതലിന് വേണ്ടി, ഉദ്ധാരണത്തിന് വേണ്ടി, നിന്റെ രക്ഷയ്ക്ക് വേണ്ടി, നിനക്ക് വേണ്ടി ദൈവം ഒരു മോശയെ ദൈവം ഒരുക്കിയിട്ടുണ്ട്. അത് ഈ തക്ക സമയത്ത് വെളിപ്പെടും. അതിനായി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം.